എം മുകേഷ് എം.എൽ.എ അടക്കമുള്ള സിനിമാ താരങ്ങൾക്കെതിരായ പീഡന പരാതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് ആലുവ സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ്. തന്നെ പിന്തുണയ്ക്കാൻ ആരുമില്ലാത്തതിനാൽ പിന്മാറുകയാണ് എന്നാണ് സമൂഹമാധ്യമത്തിലൂടെ പരാതിക്കാരി അറിയിച്ചത്. ചലച്ചിത്ര താരങ്ങളായ ജയസൂര്യ, ബാലചന്ദ്രൻ മേനോൻ, ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരായ പരാതികളിൽ നിന്നെല്ലാം പിന്മാറുന്നതായാണ് നടി അറിയിച്ചത്. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, എന്തുകൊണ്ട് ഈ പരാതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് നടി അറിയിക്കുന്നു? വീണ, ഇവർ പ്രധാനമായി പറയുന്നത് ഇവർക്ക് പിന്തുണയുമായി ആരുമില്ല. ഇവരെ പോക്സോ കേസിൽ നിയമപരമായി ശിക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരമെല്ലാം സാഹചര്യം വരുമ്പോൾ മാധ്യമങ്ങൾ പോലും തങ്ങൾക്കൊപ്പമില്ല. താൻ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇനി ഒരു സിനിമയിലേക്ക് വരുന്ന ഒരു സ്ത്രീകളോട് ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണമെന്ന് പറയരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് താൻ നിയമപരമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോയതെന്നാണ് നടി പറയുന്നത്. എന്നാൽ അതിന് ആരുടെയും ഭാഗത്തുനിന്ന് പിന്തുണയില്ലാത്ത ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നെല്ലാം പിന്മാറുന്നു, എല്ലാ പരാതികളും പിൻവലിക്കുന്നു എന്നതാണ് ഇപ്പോൾ ആലുവ സ്വദേശിനിയായ ജൂനിയർ ആർട്ടിസ്റ്റ് വ്യക്തമാക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ നടിക്കെതിരായ പോക്സോ കേസ് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള പിന്മാറ്റം ഇവർ അറിയിച്ചിട്ടുള്ളത്. മുകേഷ് എം.എൽ.എ അടക്കം ജയസൂര്യ, അതോടൊപ്പം തന്നെ ഇടവേള ബാബു, മണിയൻപിള്ള രാജു, ബാലചന്ദ്രൻ മേനോൻ തുടങ്ങി നിരവധി പേർക്കെതിരെയായിരുന്നു ഇവർ പരാതിയുമായി രംഗത്തെത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇതിന് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പിന്മാറ്റം ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലടക്കം വന്ന് പോലീസ് ഇത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയിരുന്നു. ജയസൂര്യക്കെതിരെയുള്ള ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു അത്തരം പരിശോധന. മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചിരുന്നു. എന്നാൽ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഈ പിന്മാറുന്നു എന്ന് അറിയിക്കുന്നത്. എന്നാൽ ഇതുവരെയും പോലീസിന് ഇല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അറിയിപ്പും നടിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ അത്തരത്തിൽ ഇത് അന്വേഷണ ചുമതലയുള്ള പൂങ്കുഴലിയെ, AIG പൂങ്കുഴലിയെ ഇത് അറിയിക്കുമെന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, അതായത് സുധീഷ്, അപ്പോൾ അവർ ഉന്നയിച്ച പരാതികളിൽ ഉറച്ചു നിൽക്കുന്നു, പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് പിന്മാറുകയാണ്. ഈ അന്വേഷണ സംഘവും കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന പരാതി അവർ മുന്നോട്ട് വയ്ക്കുകയും ഈ പിന്മാറുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിൽ അവർ ഈ അന്വേഷണ സംഘം കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഒരു പരാതിയായി ഉന്നയിക്കേണ്ടതല്ലേ? വീണ, അന്വേഷണ സംഘത്തിനപ്പുറം ഒരു തരത്തിലുള്ള ഒരു മേഖലയിൽ നിന്നുമുള്ള പിന്തുണ ഇല്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ അന്വേഷണ സംഘം ക്രിയാത്മകമല്ല എന്ന ആക്ഷേപം ഇവർ ഉന്നയിച്ചിരുന്നു. ആ ഒരു ആരോപണം നിലനിൽക്കെ തന്നെ കൂടുതൽ പേർക്ക് ഇല്ലെങ്കിൽ ഒരു മേഖലയിൽ നിന്നും പിന്തുണ ഇല്ലാത്തതിന് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇവർ മുന്നോട്ട് വെച്ച ഈ ഒരു പോരാട്ടം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലാണ് ഇവരുടെ ഇപ്പോൾ കുറിപ്പ് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥയോടെ തന്റെ നിലപാട് അറിയിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും സുധീഷ്, ഒരു MLA അടക്കം സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇടപെടലുകൾ എന്തെങ്കിലും ഉള്ളതായി സംശയിക്കുന്നുണ്ടോ? അവരുടെ വാക്കുകളിൽ അങ്ങനെ ഉണ്ടോ? അവരുടെ വാക്കുകളിൽ അത്തരം സൂചനകൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ മുകേഷിനോട് ഇവർ പണം ആവശ്യപ്പെട്ടിരുന്ന കാര്യം ഇവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അത്തരം ചില തലങ്ങൾ കൂടി ഈ കേസിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഇവർ ഇപ്പോൾ ഈ കേസിൽ നിന്ന് പിന്മാറുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവർക്കെതിരായ പോക്സോ കേസ് നിലനിൽക്കുമ്പോൾ അത് തെളിയിച്ചിട്ടില്ല, സർക്കാരിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രണ്ട് കേസുകളും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ, ആ രീതിയിലാണോ പിന്മാറുന്നത് അടക്കമുള്ള സംശയങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. എന്നാൽ അതൊന്നും സംബന്ധിച്ച സൂചനകൾ ഇവർ നിലവിൽ നമുക്ക് നൽകിയിട്ടില്ല. എന്തു തന്നെയായാലും വളരെ പ്രമാദമായ ഏറെ സമരങ്ങളും ഒക്കെ നടന്നതാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. അത്തരം കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയായ ഒരു കേസാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു പിന്മാറ്റത്തിലൂടെ ഇല്ലാതാകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തന്നെ ഇവർ കള്ളമാണെന്നോ ഇല്ലെങ്കിൽ അത് തെറ്റി പറഞ്ഞതാണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞ് തിരുത്തുന്നില്ല. ആ ആരോപണങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ പോരാട്ടം അവസാനിപ്പിക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. വീണ, ഓക്കെ, ശരി സുധീഷ്.